ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ വാഗമണിലേക്കാട്ടോ. വാഗമണിൽ ഒരുപാട് ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ നോക്കി പാറയിൽ കൂടെ ഇങ്ങനെ ഇവിടെ നോക്കിയേ, അങ്ങോട്ടേക്കുള്ള യാത്രയും ഏത് വഴിക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ള ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്തോട്ടോ. നമ്മൾ വാഗമൺ ടൗണിൽ എത്തിയിട്ടോ. രാവിലെ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ വാഗമൺ ടൗണിൽ എത്തിയിട്ടോ. അപ്പോൾ വാഗമണിൽ വന്നത് ജനുവരി മാസമാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെ ഒക്കെ ആയപ്പോൾ തന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നാച്ചുറൽ ഇൻഫിനിറ്റി പൂളിലേക്കാണ്. അപ്പോൾ അത് വാഗമൺ ടൗണിൽ നിന്നാണ് പിന്നെ നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് പോകാനുള്ള കറക്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് വാഗമൺ ടൗണിൽ നിന്ന് മണീസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ സൈഡിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. ആ വഴിക്കാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഈ ഒരു വഴി അങ്ങനെ ആരുടെയും കണ്ണിൽ പെടണമെന്നില്ല. ഈ ഒരു ജ്വല്ലറിയുടെ പേരും ഈ ഒരു ലൊക്കേഷനും കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിലെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇടവഴിക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അതായത് വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്കിങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് വേണം നമുക്ക് ഇൻഫിനിറ്റി പൂളിലേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇടവഴിക്കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ക്ലൈമറ്റ് ഓക്കെയാ, നൈസ് ക്ലൈമറ്റാ. പല വീടുകളിലേക്കും ഉള്ള കോമൺ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. പ്രൈവറ്റ് റോഡുകളാണ്. അപ്പോൾ ഈ റോഡൊക്കെ പോകുമ്പം ആ വഴിയും ആ ഒരു പറമ്പ് ഒന്നും നശിപ്പിക്കാതെ വേണം നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. ഇതിനകത്ത് ഏത് വഴിയാ? ഇത് തന്നെ നമുക്ക് എന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കിട്ടുമായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഇനി താഴത്തേക്ക് ഒരു മല ഇറങ്ങിയാണ് നമുക്ക് താഴത്തേക്ക് പോകേണ്ടത് കേട്ടോ. പോണ വഴിക്ക് ഇതേപോലെ ഫുള്ള് കല്ലുകളും തെന്നുന്ന മണലുകളും ഒക്കെ ആയിട്ടുള്ള ഓരോ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് നോക്കി, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മലയാണ് ഇപ്പം നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പം ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ മഴ സീസൺ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കണതാണ് കേട്ടോ. ഇവിടെ തന്നെ അല്ലോ കേട്ടോ, ഇവിടെ കല്ലില്ല. കണ്ടോ ഇങ്ങനെ തെന്നും. ഇവിടെ ഒന്ന് നോക്കണം, ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ തെന്നാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ. ഇനി ലെവലായല്ലേ? ക്യാമറ കാണുന്ന പോലെയല്ല, അതിലും ഭയങ്കര വലിയ കുത്തനെയുള്ള ഒരു മലയാണ് നമ്മൾ താഴത്തേക്ക് ഇപ്പം ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെ അന്നെ ലൈറ്റ് കേട്ടോ. വീഡിയോ വിഷ്വലൊക്കെ ഒരു പ്രത്യേക ഒരു. അപ്പോൾ ഒരുപാട് പ്രായമുള്ളവർക്കൊക്കെ ഈ റൂട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ റൂട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ ടാസ്ക് പിടിച്ച റോഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് നോക്കി, ഇതേപോലത്തെ ചെറിയ വഴി കൂടെ വേണം നമ്മൾ നടന്നൊരു മല ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെന്ന് കഴിയുമ്പോൾ കണ്ടോ നോക്കി, ഫുള്ള് ഒരു സീനറിയും കാര്യങ്ങളെല്ലാം മാറി കേട്ടോ. നല്ല വൈഡ് വ്യൂവിൽ നമുക്കിപ്പം ഈ ഒരു ലൊക്കാലിറ്റി ഫുള്ള് കാണാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എത്തി കേട്ടോ. നമ്മൾ ഇൻഫിനിറ്റി പൂളിൽ വെള്ളമില്ലാന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് പോയി ആ സ്ഥലവും എങ്ങനെയുണ്ട്, പൂളിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അത്രോളം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കണ്ടോ, ഫുള്ളെല്ലാം ഡ്രൈ ആയിട്ട് പച്ചപ്പും ഒക്കെ വളരെ അധികം കുറവാണ് കേട്ടോ. പച്ചപ്പൊക്കെ ഉള്ള ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഒരു പച്ചപ്പുമായി മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അതേപോലെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയ ആണ് ഇവിടെ ഫുള്ള്. ഇപ്പോൾ ഇത് ഫുള്ള് വെയിലൊക്കെ അടിച്ച് നല്ല പോലെ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ടോ. ഇങ്ങോട്ട് കുറച്ചുണ്ടോ താഴത്തേക്ക് കണ്ടോ, അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയില്ലോ. കുറച്ചേലും വെള്ളം കാണുന്നു അവിടെ. റോഡ് മുഴുവനും ഇങ്ങനെ ഈ പൊടി മണലാട്ടോ. ഇങ്ങനത്തെ മണലാകുമ്പം ഇവിടെ തെന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ നടക്കണതിൻ്റെ നിഴല് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കുറച്ചോട്ടെ ഇങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ നിഴല് സൈഡിലേക്കൊക്കെ മാറിപ്പോവില്ലേ. നടക്കണതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിഴല്. ശരിക്കും ഇവിടെ വന്നെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ പച്ചപ്പൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സീനറി കൂടുതലും ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മോർണിംഗ് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചൂട് തുടങ്ങി, ഒപ്പം ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ടൈം ഇപ്പം ജസ്റ്റ് 9:30 ആയുള്ളൂ രാവിലെ.
എന്നാലും തണുപ്പുണ്ട്, നല്ല വെയിലുമുണ്ട്. തണുപ്പും വെയിലുമുണ്ട്. ഉച്ചയാകുമ്പോഴത്തേന് ചൂട് കൂടും. പക്ഷെ നൈറ്റും മോർണിംഗും ഒക്കെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ നോക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വെയിലടിച്ചിട്ട് വേർക്കത്തില്ല. അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷെ വേർക്കത്തില്ല. പക്ഷെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ആണ് കേട്ടോ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ. വേനൽക്കാലത്തോ വെയിലുള്ളപ്പോഴോ ഒക്കെ ഇതിൽ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകുന്നതായിരിക്കണം ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്ക് ആ പൂള് കാണാൻ പറ്റുന്നില്ല, ഇനി കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് നോക്കാം. ഉണ്ടോ വെള്ളം ഉണ്ടോ? ആ, വെള്ളം കുറച്ചുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ആ പൂളെന്ന് പറയുമ്പോൾ നിറഞ്ഞു കിടക്കുന്ന വെള്ളമൊന്നും കാണൂല. അതാണ് വെള്ളം ഇല്ലാതെ ചിലപ്പോൾ അവർ പറഞ്ഞിരിക്കും. ഈ റൂട്ടാട്ടോ വന്നേ. ഈ റൂട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് ചുറ്റിനും നൈസാട്ടോ, ഫുള്ള് ചുറ്റിനും മലകളാണ്. പൂളെന്ന് പറഞ്ഞാൽ അവിടെയാണ് പൂള് വന്നെ. ഇവിടെ നോക്കി വഴി ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതിലെ വരുന്നുള്ളവർ എന്തായാലും തെന്നി പോവാതെ സൂക്ഷിച്ചാണ് ഇതിൽ ഇറങ്ങി വരാനായിട്ട്. നോക്കി, യെസ്, ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് ഇനിയും താഴത്തേക്ക് ഇറങ്ങാണ്ട് അവിടെയാണ് ആ പൂള് തന്നെ, ഇൻഫിനിറ്റി പൂള്. വെള്ളമൊക്കെ ഉണ്ട്, ഒരുപാട് വെള്ളമില്ലാന്ന് തോന്നുന്നു. ഇവിടെ നോക്കി, പാറയിൽ കൂടെ ഇങ്ങനെ എന്താണ് വഴി. ആ ചെറിയ വഴി കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുമോ. അങ്ങോട്ടൊക്കെ കുഴിയാണ്. സൂക്ഷിച്ച് കണ്ടും ഇതിൽ ഇറങ്ങി പോയില്ലെങ്കിൽ നമ്മൾ തെന്നി വല്ലോ കാട്ടിലും കുഴിയിലൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ടോ. ആ ഉണ്ടുണ്ട്, വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം ഇല്ലാന്നുള്ളൂ. അതെ സണ്ണ് അവിടുന്ന്, സണ്ണ് കറക്റ്റ് കിടുലുക്കാടാ. നമ്മൾ ആ റൂട്ടാണ് ഇങ്ങനെ ഇറങ്ങി ഇതിലാണ് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട്. നമ്മൾ ഏകദേശം ഇൻഫിനിറ്റി പൂളിൻ്റെ ആ ഒരു മേൽഭാഗത്ത് എത്തി കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത്. അതായത് നാച്ചുറലി ഉണ്ടായി വന്നൊരു പൂള് കണക്കിന് ലുക്കിനുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്നൊരു പേര് വരാനുള്ള കാരണം കേട്ടോ. ഇത് ഈ മലയുടെ ഇടയ്ക്കോടെ ഇങ്ങനെ ഒരു അരുവി പോലെ ഒരു ഇത് പോകുന്നുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് വെള്ളം ഒഴുകി ആ നാച്ചുറൽ പൂളൊക്കെ നിറഞ്ഞൊഴുകി പോകുന്നത് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് ഉണ്ടാവും. ശരിക്കും വഴി ആ പുല്ലിന്റെ ഇടയ്ക്കൂടെ പോരെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഫുള്ളൊരു പാറയാണ്, നമുക്ക് ഇറങ്ങി പോകണ്ട കേട്ടോ. ഇതുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് വലിയ പാറയാണ്. ആ പാറ പൊട്ടിയാണ് ഇങ്ങനെ ഒരു പൂളിൻ്റെ രീതിയിൽ അത് നിൽക്കുന്നത് കേട്ടോ. മഴയുള്ളപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ നാട്ടുകാർ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൂളിലേക്ക് പോകണം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇപ്പോൾ അവിടെ വെള്ളമില്ല, പോകണ്ടാന്ന്. നല്ല കുറവാണ്, നിറഞ്ഞു വീഴുന്നാലേ. പക്ഷെ അവിടെ നല്ല ആഴമുണ്ടല്ലേ, ഒരുപാട് വെള്ളം കുറവൊന്നുമില്ല. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാറ കുഴിയായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ വെള്ളമുള്ള ടൈമാണെങ്കിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യൂവും കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കൂടോ. വെള്ളം ശരിക്കും ഉള്ളപ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും ഇവിടെ. ഇവിടെയൊക്കെ ഇപ്പം നല്ല പോലെ വെള്ളം നിറഞ്ഞു ഒഴുകേണ്ടതാണ്. കാണുന്ന ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് പോകണം കേട്ടോ. അവിടെയാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് സ്പോട്ട്. അപ്പം ഇതെന്നൊക്കെ പറയണമെങ്കിൽ പാറകളിൽ ഇങ്ങനെ ജസ്റ്റ് വെള്ളം കെട്ടി ഇങ്ങനെ കിടക്കണം. ഇതിൻ്റെ എൻഡിൽ പോകണം നമുക്ക്. എൻഡിലാണ് കുറച്ചും കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂൾ സെറ്റപ്പിൽ നമുക്ക് കാണാനും ഇറങ്ങാനും ഒക്കെ ആയിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഈ വെള്ളം ഒഴുകിപ്പോയി വെള്ളം ചാടി ആ പാറ ഒരു വലിയൊരു ഹോളായിട്ടുണ്ട് കേട്ടോ. ആ ഹോളിക്കൂടെയാണ് ഇപ്പോൾ വെള്ളം അപ്പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വെള്ളം കുറവുള്ളതുകൊണ്ടാണ് ഹോളിക്കൂടെ പോകുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് തന്നെ പോകും കേട്ടോ. ആ ഹോളിൻ്റെ അടി ഫുള്ള് ഓപ്പൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം താഴത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ വന്ന ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിടക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലുക്കിലാണ് ഇവിടെ കാണാനും ഇറങ്ങാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആ പൂളിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഈ പാറയുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് ട്രക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് അവരവരുടെ റിസ്കിൽ മാത്രം പോകേണ്ട ഒരു വഴിയാണ്. അപ്പോൾ അതേപോലെ തന്നെ കെയർ ചെയ്ത് സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകാനായിട്ട് കേട്ടോ. പിന്നെ ഈ പാറയുടെ ഓരോ സൈഡിൽ കൂടെയൊക്കെ നോക്കിയാൽ ഫുള്ള് ഹോളുകളാണ് കേട്ടോ. ഇവിടെ മറ്റേ വെയിലുണ്ട്, ഉണയും കിടക്കുന്നതുകൊണ്ട് തെന്നലാണ് പണിയ്. അപ്പോൾ ഇവിടെ പാറ നല്ല ഡ്രൈ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ല കാരണം എന്തായാലും എന്നെ കുഴിയല്ലേ,
ഈ വെള്ളത്തിന് കുഴികളും ആ കുഴിയിൽ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പാറയാണിത്. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ ട്രക്ക് ചെയ്ത് പോകാതിരിക്കണതാണ് നല്ലത്. ഈ പാറയുടെ സൈഡിൽ കൂടെ ഉള്ള കുഴികളൊക്കെ നമുക്ക് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രക്ക് ചെയ്ത് പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ ഒരു റൂട്ട് ഇങ്ങനെ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന താഴത്തെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന കുളം പോലത്തെ അതുണ്ടല്ലോ, അതാണ് കറക്റ്റ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞ ആ സ്പോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വെള്ളം ഉള്ളപ്പോൾ ഒക്കെ വന്ന് ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ മാത്രം. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുളം പോലെയാണ് നമുക്കിപ്പോൾ തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കുളം ഇങ്ങനെ കവിഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വന്ന് ഇറങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിവിടെ വെള്ളത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് വന്നത് ഇതേപോലത്തെ പാറകളുടെ മേളിക്കൂടെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് താഴത്തേക്ക് കുഴിയും ഇപ്പുറത്ത് വെള്ളമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത് വളരെ അധികം ശ്രദ്ധിച്ച് വേണം ഇതേപോലത്തെ വഴി കൂടെയൊക്കെ പോകാനായിട്ട് കേട്ടോ. പാറയിൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ എന്തായാലും ഫുള്ള് നല്ല കിടിലം തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ബാക്കി ഒരു സ്ഥലത്ത് ഇവിടെ ഈ ഒരു മലയിലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ വെള്ളം കാണാനില്ല. ഈ ഒരു ഏരിയയിൽ മാത്രമുണ്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെയും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ഉള്ളൂ. അതിവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പാറ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം വെള്ളം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയെല്ലാം പറ്റിപ്പോയേനെ. മീനുണ്ട് ഇതിനകത്ത്. ആ ശരിയാ, അത് ശരിയാ. അത് ഇവിടെ അവിടെ നോക്കുമ്പോ ലൗച്ചിനല്ലോ. ഇത് കണ്ണാടിപ്പൂള്, അത് ലവ് പൂള്. ആ വെള്ളം വരെ ഇവിടെ നോക്കിയേ. ഇവിടെ ഏറ്റവും നല്ല ആഴമുള്ളത്. ഇവിടെ അടി പോലും കാണത്തില്ല. നല്ല ആഴം ഇവിടെ. ആ അത് ഇവിടെ അടി കാണത്തില്ലോ. അതെ, നമ്മൾ അതെല്ലാം കണ്ട് കുറെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നേരെ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ ട്രിപ്പ് വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു സ്പോട്ട് നമ്മൾ വെച്ചിരുന്നത് വാഗമണിലെ ഈ ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂളായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇവിടെ ഓപ്പണാ. നമ്മൾ ഒരുപാട് പ്രാവശ്യം വാഗമൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയാനും ഇവിടുത്തെ ആ ഒരു പൂളിൻ്റെ രീതിയും ആ ലുക്കും ഒക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇവിടെ വെള്ളം കുറവായിട്ട് പോലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വാഗമണിലെ ഒരു കിടിഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനായിട്ട് വന്നിട്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.